സോ ഗീസ് ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു റൈഡ് വന്നാണ്. അപ്പോഴാണ് ഒരു പുള്ളിക്കാരൻ പറഞ്ഞത്, ബ്രോ എനിക്ക് നല്ലൊരു സ്ഥലം അറിയാം, ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഇവിടെ ആയിട്ട് ഒരു പുഴയൊക്കെ ഉണ്ട് ഗീസ്. എന്തായാലും ഞാൻ വണ്ടി നിർത്തിയിട്ടപ്പം വണ്ടി തന്നെ നീങ്ങിപ്പോകുന്നു. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും പിന്നെ നീങ്ങിപ്പോകുന്നു. അതെന്താണെന്ന് ഞാൻ നോക്കാൻ വേണ്ടി ഒന്നുകൂടെ വണ്ടി കയറിയതാണ്. അപ്പം ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അതൊന്നും ഇട്ട് കാണത്തില്ലെന്നാണ്. പിന്നെ ഗീസ് ഞാൻ വിചാരിച്ചു ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വിളിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുവാണ് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. കാരണം ഇവരാരും പറയാതെ തന്നെ വരത്തില്ല ഗീസ്. എന്തായാലും ഞാൻ ഓർക്കും എൻ്റെ പുറകെ തന്നെ വരുമായിരിക്കും. നമ്മൾ ഈ ടൈപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കീബോർഡ് ഇങ്ങനെ സ്ക്രീനിൽ വരും ഗീസ്. അത് മാറ്റാനായിട്ട് പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്തായാലും ഗീസ് ആ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ കീബോർഡ് ഉൾപ്പെടെ കാണിക്കുന്നത്. അപ്പോൾ ഗീസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അവരെല്ലാവരും തന്നെ എൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തായാലും ഗീസ് നല്ല സപ്പോർട്ടീവാണ്. അവരെല്ലാവരും തന്നെ വരുന്നുണ്ട്. പക്ഷെ കുറച്ച് പേരൊന്നും വരത്തില്ല ഗീസ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നമ്മുടെ പാറയിൽ കൂടെ നേരെ ഓടിയിട്ട് ഇവിടെ ആയിട്ട് വല്ല വെള്ളം ഇങ്ങനെ വീഴുന്ന രീതിക്കുള്ള ഇത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഓരോ പ്ലേസും ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഗീസ് എല്ലാവരും നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പോവാം. അതിനു മുന്നേ തന്നെ ഈ വെള്ളത്തിലേക്ക് എനിക്ക് ഇറങ്ങണമെന്നുണ്ട്. എനിക്ക് വെള്ളം കണ്ട അപ്പം ഇറങ്ങണം. അത് യഥാർത്ഥമായാലും അല്ലെങ്കിലും എനിക്ക് അപ്പം ഇറങ്ങണം ഗീസ്. എനിക്ക് അങ്ങനെ ഒരു മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഈ ഒരു സൈഡിൽ വന്നപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗേള് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ കൂട്ടുകാരും വിചാരിക്കുന്നുണ്ടായിരിക്കും ബ്രോയ്ക്ക് പെണ്ണ് സെറ്റായെന്ന്. അപ്പോൾ ഗീസ് ഇതൊരു ബോയ് ആണ്. കാരണം നമ്മുടെ ഒരു ഫ്രണ്ടാണ്. എല്ലാ വീഡിയോസിലും വരും. പുള്ളിക്കാരൻ ഞാൻ ഇൻസ്റ്റയിൽ ആദ്യം തന്നെ റൂമിൻ്റെ പാസ്വേഡും ID ഇടുമ്പോൾ പുള്ളിക്കാരൻ കയറി വരുന്നതാണ്. പിന്നെ ഗീസ് നമ്മുടെ TMRലുള്ള എല്ലാ മച്ചാന്മാരും എൻ്റെ കൂടെ എപ്പോഴും വരുന്നതാണ് ഗീസ്. TMR ഏതാണെന്നൊക്കെ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. എന്തായാലും നമ്മുടെ ഗ്യാങ് ആണ് ഗൈസ്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എന്തായാലും ഏകദേശം ഒരു 4-5 പേര് നമ്മുടെ കൂടെ ഉണ്ട്. വരാനായിട്ട് പറഞ്ഞപ്പം ഈ മച്ചാന്മാരെല്ലാവരും വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞങ്ങളിപ്പം 3 പേരാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ കൂടെ വരും ഗീസ്. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വെള്ളം കണ്ട ചാടുന്ന ഒരു അസുഖം ഉണ്ടെന്ന്. എന്തായാലും ഗീസ് ഇവിടെ ആണെങ്കിൽ ഒരു പുള്ളിക്കാരനും കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് വെള്ളം കണ്ടിട്ട് അത്രയും സഹിക്കാൻ മേലായിരുന്നു. ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് നീന്തുന്ന പോലെ വല്ലതും തോന്നുമായിരിക്കും എന്നാണ്. പക്ഷെ ഒന്നും തോന്നില്ല. കാരണം ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. കുറച്ചുകൂടെ നമ്മുടെ ഗെയിം ഡെവലപ്പ് ആകാനായിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ അതൊക്കെ സംഭവിച്ചേക്കാം ഗീസ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മൊബൈലിൽ കളിക്കുന്ന ഈ ഒരു ഗെയിം അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയിൽ ഉള്ളൊരു നമ്മുടെ CPM തന്നെയാണ്. അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ട് കുറേ പേര് ഇപ്പൊ ഈ ഒരു ഗെയിമിലേക്ക് കളിക്കാനായിട്ട് വരുന്നവരുണ്ട് ഗീസ്. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരാളാണോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കുറെ പേര് എൻ്റെ വീഡിയോ കൊണ്ട് CPM കയറ്റിയവരുണ്ട് ഗീസ്. എന്തായാലും അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ തിരിച്ചോടുവാണ്. ഇനി നമ്മുടെ ചെക്കനെ എടുത്തുകൊണ്ട് നമുക്ക് പോകണം. ആർക്കെങ്കിലും നല്ല പ്ലേസ് അറിയാമെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകും ഗീസ്. എന്തായാലും എനിക്കാണെങ്കിൽ വലിയ പ്ലേസ് ഒന്നും അറിയത്തില്ല. പക്ഷേ അടുത്തെവിടെയെങ്കിലും സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാരണം നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗീസ് ഇതൊരു ഗേളാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടൊരു ഗേളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു പാന്തറിൻ്റെ വണ്ടിയാണ് പുള്ളിക്കാരുടെ. അതുപോലെ തന്നെ കുറേയധികം വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ആദ്യം നല്ലൊരു പ്ലേസിൽ കൊണ്ടുപോയി ഇടണം. എന്നാലേ എല്ലാവരെയും കൂടെ നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോന്നത്തിൻ്റെയും അടുത്ത് പോയി ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ കാണിക്കേണ്ടി വരും. എന്തായാലും ഈ നേരെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും വേറൊരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ സ്കിഡിലം പോലത്തെ വണ്ടിയൊക്കെയാണ് വരുന്നത്. എന്തായാലും ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാം. നമുക്ക് നേരെ പോവാം. ഞാൻ പിന്നെ ആ വണ്ടി കണ്ടപ്പോൾ ചാടി ഇറങ്ങിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടി എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഗീസ്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പം അതൊന്നും മേടിക്കാനുള്ള പൈസയൊന്നുമില്ല. കുറേ കൂട്ടുകാർ മോഡും ഒക്കെ വെച്ച് കളിക്കുന്നവരുണ്ട്. കാരണം അൺലിമിറ്റഡ് മണിയും അതുപോലെ തന്നെ ഞാൻ അങ്ങനെ കളിക്കുന്ന ഒരാളല്ല ഗീസ്. അത് കാരണം എനിക്ക് ഇപ്പം ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഏതൊക്കെ വണ്ടിയാണ് നമ്മളിവിടെ വന്നതെന്ന്. അപ്പോൾ ഇത് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കപ്പലൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതിനെന്തോ പറയും, അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ട് നേരെ പോയിട്ട് അവിടെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് കണക്കത്തെ പ്ലേസ് ആണ്. അത് കാരണം എല്ലാവരും വന്നാലും നമുക്ക് എല്ലാ കാറും കാണാനായിട്ട് പറ്റും, നിങ്ങൾ കാണിക്കാനായിട്ട് പറ്റും. അത് കാരണം ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട്. കാരണം എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തേക്കും കുറേ കാറുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ കുറേ കാർ ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും എല്ലാവരും വരുമ്പോൾ നൈസാണ്. എല്ലാവരും വീഡിയോയുടെ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.
പിന്നെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും പോകാനില്ല. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഈ ഒരു റെഡ് കാർ നമ്മുടെ ഒരു ഫ്രണ്ടിനെയാണ്. ഈ മച്ചാൻ നമ്മളെ കൂടെ നിന്ന് കട്ട സപ്പോർട്ടിങ് ആണ്. അതാരാന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും ഇവിടെ ഞാൻ വന്ന് നിന്നപ്പം ഇവിടെ ആയിട്ട് നമ്മളൊരു ഐറ്റം കണ്ടു. ഈ ഒരു കാർ ഏതാണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും. എന്തായാലും അതിന്റെ മുകളിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് വായിച്ചിട്ട് കറക്റ്റായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ആദ്യം കുറേ വട്ടം നിന്ന് വായിച്ചിട്ടാണ് കാര്യം കത്തിയത്. കാരണം പല പല അക്ഷരങ്ങളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വായിച്ച് വന്നപ്പോഴാണ് എല്ലാം കറക്റ്റ് ആയത്. അപ്പോൾ കുറേയധികം വണ്ടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റയിൽ റൂമിൻ്റെ ഐഡിയും പാസ്സും ഇട്ടാണ് കുറേ പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത്. എന്തായാലും കയറി എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ കുറേയധികം വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ വെച്ച് റിവീൽ ചെയ്ത കുറേയധികം വണ്ടികളുണ്ടായിരുന്നു. എന്തായാലും പക്കയാണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ട് പോകുന്നവരാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് പണിയുന്നവരും ഉണ്ട് ഗൈസ്. കാരണം നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു വണ്ടിയാണ്. വണ്ടിയിൽ കളറും അതുപോലെ തന്നെ ഗ്രാഫിക്സും ചെയ്തിരിക്കുന്നു. സാധാ ചെയ്യുന്ന പോലെ ഇതൊക്കെ എളുപ്പമാണല്ലോ എന്നായിരിക്കും കുറേ കൂട്ടുകാർ വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും എളുപ്പമല്ല. കാരണം ഇത് നല്ല രീതിക്ക് പണിയുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് നല്ല ടൈം കളയണം. എന്നാൽ മാത്രമേ നമുക്കൊരു അക്ഷരമായാലും അതിൻ്റെ അകത്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ കൂട്ടുകാരും ഇവിടെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിടുന്നുണ്ട്. വണ്ടിയൊക്കെ കറക്റ്റ് ചെയ്തിടുവാണ്. ഒരു റൗണ്ട് ഷേപ്പിലാണ് അവർ കൊണ്ടുവന്നിരുന്നത്, ഒരു റാ കണക്ക്. എന്തായാലും അങ്ങനെ ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല അവർ ഇടുന്നത്. അവർ തന്നെ ഇടുന്നതാണ്. എന്നിട്ട് എല്ലാ കൂട്ടുകാരും ഫ്രണ്ടിലോട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. അവരുടെ കാർ ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ കാറിൻ്റെ ഫ്രണ്ടൊക്കെ ചളങ്ങിയിരിക്കുകയാണ് ഗീസ്. ഞാൻ വരുന്ന വഴി ഫുള്ളായിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചാണ് വന്നത്. അതാണ് ഫ്രണ്ട് ചളങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബാക്കോട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ആംഗിളിൽ കൊണ്ടുവച്ച് എടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ നേരെ നമ്മുടെ ഡ്രോൺ മോഡൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ സൈഡിലോട്ട് കൊണ്ടുവച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നേരെ എടുക്കാമായിരുന്നു. പക്ഷെ ഞാനൊരു ഊമ്പി ആംഗിളിൽ നിന്നാണ് എടുത്തത്. അത് കാരണം ഫോട്ടോ അലമ്പായി പോയി. കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവച്ച് എടുക്കണമായിരുന്നു. പക്ഷെ ആ ഒരു ബുദ്ധി എനിക്ക് അപ്പം തോന്നിയില്ല. വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞാണ് ഗീസ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. പിന്നെ ഗീസ് ഞാൻ വേറൊരു പിക്ക് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഗീസ്. അങ്ങനെ ഗീസ് ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തു. പിന്നെ ഗീസ് എനിക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കീബോർഡ് അത്രയും കട്ട് ചെയ്ത് കളയേണ്ടി വരും, ആ ഒരു പോർഷൻ. അത് കാരണമാണ് ഗീസ് ഞാൻ ടൈപ്പ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ടൈപ്പ് ചെയ്തു. എല്ലാവരും ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചതാണ്. കാരണം അവർ ഓക്കെ ആകണ്ടേ ഗീസ്. കാരണം നമ്മൾ വിളിച്ചിട്ട് എല്ലാവരും വന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും കാറൊക്കെ സെറ്റ് ചെയ്തു. ഇതൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാ കൂട്ടുകാരും സെറ്റ് ചെയ്തതാണ്. എന്തായാലും ഇവർ പക്കയായിട്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്ന് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ കൊള്ളാം. ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. ഇൻസ്റ്റയെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഐഡി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇൻസ്റ്റ ഐഡി കൊടുക്കുന്നില്ല, നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ആകുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റ ഐഡി കിട്ടുന്നതായിരിക്കും. അതുപോലെ വേറൊരു കാർ ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും, ഒരു ബ്ലൂവും ബ്ലാക്കും കളറിലേക്ക്. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറേയധികം കാർസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ രീതിക്കൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് തീർക്കണം. ഞാൻ കുറേ ദിവസമായി നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മോളിൽ നിന്നുള്ള ഒരു ആംഗിളിൽ എടുത്താലോ എന്ന്. പക്ഷേ ഇവിടെ വെച്ചിട്ട് എനിക്ക് അത്ര കുമ്പ് തോന്നിയില്ല. ഈ ഒരു പോർഷനിൽ ഒരു ആംഗിൾ കിട്ടി. അപ്പോൾ എനിക്ക് കിടിലമായിട്ട് തോന്നി ഗൈസ്. എന്തായാലും ഞാൻ ആ ഒരു ആംഗിളിൽ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുവാണ്. കാരണം ഏതൊരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കിട്ടുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പക്ഷെ ഫ്രണ്ടിൽ നിന്നൊന്നും വലിയ കുമ്പില്ലായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം ബാക്കിൽ നിന്ന് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിൽ നിന്ന് തന്നെ എടുക്കാമെന്ന്. ഇപ്പം എല്ലാവരും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവർ നേരെ നോക്കി നിൽക്കുവാണ്. കുറച്ച് പേര് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം അത് വെച്ച് നമ്മൾ നല്ലൊരു പിക്ക് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നാലും ഞാൻ ഇതിൻ്റെ അകത്തൊരു ആംഗിൾ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ലൊരു പിക്കോ എടുക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ കുറച്ച് അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബാക്ക് പോകുന്നുണ്ട്. കാരണം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം പിടിച്ചായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പിക്ക് എടുത്തു. കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും ഫോട്ടോ എടുക്കുന്നത് അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൊബൈൽ ഫോൺ ഐക്കൺ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഡ്രോണിൻ്റെ ഒരു ചിഹ്നത്തിൽ ഒരു ബട്ടൺ ഉണ്ട്. അവത്തി പിടിച്ച് നിങ്ങൾ ഒരു ആപ്പ് കണക്കുന്ന സംഭവം. അതിൻ്റെ അകത്ത് നിങ്ങൾ നെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല പിക്ക് എടുക്കാവുന്നതാണ് ഗീസ്. എന്തായാലും അങ്ങനെ ഗീസ് ഞാനാണെങ്കിൽ അവിടുത്തെ കുറച്ച് പിക്കൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ നമ്മുടെ മലയുടെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. കാരണം ഒരു ബ്രോയുടെ പുറകെ ഞങ്ങളെല്ലാം കൂടെ വന്നതാണ്. ഞാനാണെങ്കിൽ വഴി തിരിഞ്ഞ് വേറെ ഏതോ വഴിയിലേക്ക് പോയി. പിന്നെ ലാസ്റ്റ് ഞാൻ തിരിച്ച് കയറി വരുവാണ്. ഇവിടത്തേക്ക് ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ മേലായിട്ട് നല്ലൊരു പ്ലേസ് ആണ് ഗീസ്. എന്തായാലും ഞാൻ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, ബാക്കായി പോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയിട്ടാണ് ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്തത്. അപ്പോഴാണ് എന്നെ കണ്ട് വേറൊരു മച്ചാനും എൻ്റെ കൂടെ വന്ന് നിൽപ്പുണ്ട്. ആ ഒരു വെള്ള കാർ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഈ പുള്ളിക്കാരൻ എന്നെ കണ്ട് തന്നെ നിർത്തിയതാണ്. കേൽ ബോയ് ബ്രോ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഗീസ് അത് ഞാൻ വേറൊരു പുള്ളിക്കാരൻ്റെ അടിക്ക് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആ പുള്ളിക്കാരനാണ് എനിക്ക് പകരമായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഗീസ് ആ ഒരു ബ്രോ ആണെങ്കിൽ എൻ്റെ വണ്ടി കണ്ടോണ്ട് എൻ്റെ അടിക്ക് വന്ന് നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ നേരെ എടുത്തുകൊണ്ട് മേലോട്ട് കയറാൻ വേണ്ടി നിന്നാണ്. ആ പുള്ളിക്കാരനും എൻ്റെ കൂടെ ഇറങ്ങി ഗീസ്. എന്തായാലും പുള്ളിയും വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ മേലോട്ട് കയറി പോവാണ് ഗീസ്. എന്തായാലും മേളിലാണെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള പ്ലേസ് ആണെന്നാണ് ആ ബ്രോ പറഞ്ഞത്. കാരണം ആ ബ്രോയാണ് നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നമ്മളെല്ലാവരും തന്നെ. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. കുറച്ച് പേര് സിറ്റിയിലുണ്ട്. ഇവിടെ ആയിട്ട് കുറേയധികം കാറൊക്കെ ഒന്നും കിടപ്പുണ്ട് ഗീസ്. ഇഷ്ടം പോലെ കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് ബാക്ക് പോയത് കാരണം പലരും പല സൈഡിലായിപ്പോയി. അങ്ങനെ ഞാനാണെങ്കിലും നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എല്ലാവരും സെറ്റായി നിൽപ്പുണ്ട്. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുക്കലോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഗീസ് കൊള്ളാം, അത്യാവശ്യം എല്ലാവരെയും പക്കയായിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം വണ്ടിയുള്ളവർ തന്നെയാണ് ഗീസ് എല്ലാവരും. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ബ്രോയ്ക്ക് ഒരു കാർ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. വണ്ടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ എല്ലാവരെയും സഹായിക്കുന്നതായിരിക്കും. എന്നാലും ഗീസ് നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഇങ്ങോട്ട് ഈ ഒരു പ്ലേസിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോ അധികം വലിച്ചു കിട്ടുന്നില്ല, കാരണം നിങ്ങൾക്കും പോസ്റ്റ് ആവും. ഞാൻ പിന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ, ടേക്ക് കെയർ.